ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള തട്ടുകട രുചിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യും നോക്കാം. ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കേണ്ട, ചെറിയ കഷ്ണങ്ങളാക്കി ചെയ്യുമ്പോഴേക്കും കൂടുതൽ ടേസ്റ്റും പെട്ടെന്ന് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് പുതിന ഇല, അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ പെരിഞ്ജീരകം മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അരച്ചെടുത്ത മസാല നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ചിക്കനിലേക്കൊക്കെ മസാല പിടിച്ചു വരട്ടെ. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വന്നാൽ നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചിക്കനും അതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി വരണ്ട കേട്ടോ. അങ്ങനെ ഒരുപാട് കുക്കാകുമ്പോൾ നമ്മുടെ ചിക്കൻ ഹാർഡായിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ മസാല എല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച ശേഷം നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ചൂടോട് കൂടി തന്നെ കഴിക്കാം. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണില്ലേ, അതുകൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം.